നത്തക്ക എന്ന് പറഞ്ഞാൽ ഞൗണിക്ക, ഞൗഞ്ഞി, ശംഭൂകപലലം, ഞൗഞ്ഞി, ഞൗണിക്ക, നത്തക്ക, അട്ടക്കൂട്. ഈ നാട്ടിലെ ഭാഷയാണ് ഞാൻ പറഞ്ഞത് നത്തക്ക. അത് ബ്രെയിൻ പാൾസി, ഈത്തവാറ്റുക എന്ന് പറയും. സെറിബ്രൽ പാൾസി, അട്രോപ്പി, ഇവയൊക്കെ വരുമ്പോഴാണ് ഈ സാധനം ഇങ്ങനെ ഊറ്റുന്നത്. അതിനാകെ വളരെ എളുപ്പമുള്ള, അവരുടെ കയ്യിലിരിക്കുന്ന മരുന്നെല്ലാം വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. ഇതൊക്കെ ചുറ്റുപാടുന്നുണ്ട്. അവർ 3 ദിവസം ഒന്ന് ചുട്ടു കൊടുക്കാൻ പറയും. വെജിറ്റേറിയൻ ആണെങ്കിൽ അത് കഴിക്കണ്ടെന്ന് പറയും. വെജിറ്റേറിയൻ ആണെങ്കിൽ അവർ പറയും കുറെ കാലം കൊടുക്കണം, ബ്രഹ്മി അരച്ചു കൊടുക്കാൻ പറയും. ബ്രഹ്മി എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്നത് മുറ്റത്ത് നിൽക്കുന്ന കുടവനെയാണ്. അതാണ് ശരിയായ ബ്രഹ്മി. നമ്മൾ വെള്ളത്തിൽ കാണുന്നതല്ല അവരുടെ കണക്കിന്. മണ്ടൂകപർണി, കുടവൻ, മുത്തിൽ, കുടങ്ങൽ എന്നൊക്കെ പറയുന്ന ഔഷധം. ഇത് വളരെ ഇതായിട്ട് കാണാം. അവർക്ക് നാഡിയെ കുറിച്ചൊക്കെ വളരെ നല്ല കൃത്യതയാണ്. വയറിളകുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ അവരെ കുട്ടിയെ എടുത്താൻ പറയും, പിന്നെ കഴുകിയെടുത്തോളാൻ പറയും, കുളിപ്പിച്ചോളാൻ പറയും. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ സ്പർശിക്കുകയുള്ളൂ. ഒരു കൈയൊക്കെ കഴുകി വന്ന് ആ കാലിൻ്റെയോ കൈയുടെയോ എവിടെയെങ്കിലുമുള്ള ഒരു നാഡി വലിച്ചു കഴിയുമ്പോൾ കൃത്യമാവും. കുടലിറങ്ങിയതാണ് തമ്പ്രാട്ടി, കുടല് മറിഞ്ഞതാണ് എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ എടുത്തുനിന്ന് കുടയും. നട്ടലിന് L4 L5 പ്രശ്നം വന്നാൽ, സർവിക്കൽ പ്രശ്നം വന്നാൽ ഒക്കെ ഒരു മുയൽച്ചെവി പറിച്ചു പിരിഞ്ഞ നീര്, ഒരിച്ചെവിയൻ പറിച്ചു പിരിഞ്ഞ നീര് നെറുകയിൽ ഉച്ചിച്ചിട്ട് ചണ്ടി കൊണ്ട് തടവും. എന്നിട്ട് അവർ 2 വാഴപ്പോള 2 പേരെ കൊണ്ട് പിടിപ്പിക്കും. വാഴപ്പോള ഈ നടുവ് വെട്ടിയ ആളിന്റെ സൈഡിൽ വെട്ടല് തീർക്കാൻ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് അതിന്റെ നടുക്ക് ഇത് ഒഴിക്കുമ്പോൾ ഈ വാഴപ്പോളയുടെ നടുവ് കൂട്ടിമുട്ടുമ്പോൾ അത് വെട്ടും. അങ്ങനെ ഉളുക്ക് വെട്ടിയെന്ന് അവർ പറഞ്ഞ് നിങ്ങളെ അത്ഭുതപ്പെടുത്തി കടന്നു പോകും. ഈ വർഗത്തെ കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ സുലഭമായിരുന്നൊരു വർഗമാണ്. അവരുടെ നോളജ് വളരെ ഗംഭീരമാണ്. മന്ത്രവാദത്തിലും അവർ അദ്വിതീയരാണ്. അവരുടെ പാട്ടൊക്കെ പ്രത്യേകമാണ്. ഒരു പാടും, അതിന്റെ ശീലമൊക്കെ ഏതാണ്ട് ഇങ്ങനെയാണ്. കാവളം കാളിയെ പിടിച്ച് കോളിയാക്കി ഏം വിളിച്ച വെളിപ്പുറത്ത് വന്നില്ലെങ്കിൽ ഏങ്കൊത്തി വായിടുകയെന്ന് പറഞ്ഞ് പാടും. മുറത്തിന്റെ 4 മൂലയ്ക്കലും വെച്ച് കാവളം കാളിയെ പിടിച്ച് കോളിയാക്കി ഏം വിളിച്ച വെളിപ്പുറത്ത് വന്നില്ലെങ്കിൽ ഏങ്കൊത്തി വായിലിടുകയെന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് പാടി നിങ്ങളുടെ ബാധയൊക്കെ ഒഴിപ്പിച്ചു പോകുന്ന ഒരു വർഗം. കേട്ടിട്ടും കണ്ടിട്ടൊന്നുമില്ല. നാടികളെ കണ്ടിട്ടേ ഇല്ല. അതിന്റെ പ്രാചീന വർഗം ഇവരാണ്. ഒരു പാർശ്വനാഥ പരമ്പരയായിട്ടാണ് കണക്കാക്കി പോരുന്നത്. അപ്പം നാഡീശാസ്ത്രത്തിൽ അദ്വിതീയരാണ്. നാഡീവിജ്ഞാനം പഠിക്കണമെങ്കിൽ ആ പാരമ്പര്യത്തിൽ നിന്ന് പഠിക്കണമെങ്കിൽ അവരെ കാണണം. എല്ലാ പണി ചെയ്യും. നിങ്ങൾ ചെയ്യാത്ത ഒത്തിരി പണി ചെയ്യും. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന പോലുള്ളതൊന്നും അവർക്ക് വേണ്ട, വളരെ കുറച്ച് മതി. കാരണം അറിവിന് പ്രാധാന്യം കൊടുക്കുകയും ജീവിക്കാൻ വളരെ കുറച്ചു മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്ത സന്തുഷ്ടരാണ് അവർ. അവർക്ക് ഈ അറിവുകൾ പലതും ഉണ്ടായിരുന്നു. ഇപ്പൊ മസ്തിഷ്കത്തെ ബാധിക്കുന്ന കൃമിയെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ചിലർക്ക് അത്ഭുത വെളിപാടുകളൊക്കെ ഉണ്ടാവും, മനസ്സിലായില്ല. അതും ഈ രോഗത്തിന്റെ ഒരു ലക്ഷണവും കൂടിയാണ്. സാധനയിലൂടെ എത്തുന്നുണ്ട് വേറെ. അതുകൊണ്ട് ഇത് രണ്ടും തിരിച്ചറിയാൻ വളരെ പാടാണ്. കൂടുതലും ഇതിലാവിടുന്നത്. അതുകൊണ്ട് വളരെ പാടാണ് ഇത് കണ്ടുപിടിക്കാൻ. വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കയറ് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ ഉന്മാദവും. അത് ഈ ബ്രെയിനിന്റെ ഒരു ഫങ്ഷനാണ്. ഭാരതമായതുകൊണ്ട് എല്ലാവരും ലൂണാട്ടിക് അസൈലത്തിലേക്ക് പോകുന്നില്ല എന്ന് കൂട്ടിയാൽ മതി. ഭാരതത്തിൽ ഈ 2 വകുപ്പും ഉള്ളതുകൊണ്ട്
പടിഞ്ഞാറ് ഒരു വകുപ്പായിട്ട് എല്ലാത്തിനെയും കൂട്ടുന്നത് കൊണ്ട് മിക്കവാറും ഇതെല്ലാം ലൂണാട്ടിക് അസൈലത്തിലുണ്ടാവും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇതിന്. ഭാരതത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു ശങ്ക കിടക്കും, ഇതാണോ അതാണോ എന്ന് വ്യക്തമായി അറിയില്ല. അതുകൊണ്ട് അകന്നു പോയേക്കാവുന്നതായിരിക്കും വിവരമുള്ളവൻ. വിവരമില്ലാത്തവൻ അതായാലും വേണ്ടില്ല ഇതായാലും വേണ്ടി അത് ചുമന്നേക്കാവുന്നതായിരിക്കും. ഞാൻ രണ്ട് കാര്യമുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ലോകമാണ് ഇത്. അത് അഥർവത്തിൽ വളരെ വ്യക്തമായി പറയുന്നതാണ്. മസ്തിഷ്കത്തിന് ഒരുപാട് വിഭൂതികളുണ്ട്. അത് ഉണർന്നു വരുന്നത് ഒരുപാട് കലവികളോടുകൂടിയാണ്. അതുകൊണ്ട് വളരെ ഉറപ്പിച്ച് അവിടെയും പറയുന്നുണ്ട്, മസ്തിഷ്കത്തിൽ കടന്ന് മാനസിക രോഗങ്ങൾ ഉണ്ടാക്കുന്നവ. ഋഗ്വേദം 10:162-6, മനോഹനം അഥർവം 5:26-10. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പക്ഷി പറന്നെത്തുന്നത് പോലെ എത്തുന്ന രാജേഷ്മാരോഗത്തിന്റെ കൃമികൾ. കൃമികൾ കൊണ്ടാണ് രാജേഷ്മാവ് ഉണ്ടാക്കുന്നതെന്ന് വളരെ വ്യക്തമായത്. അഥർവം 2:31-4. ക്ഷയമാണ് രാജേഷ്മ. യഷ്മ എന്ന് പറഞ്ഞാൽ രോഗമാണ്. രാജേഷ്മ എന്ന് പറയുന്നത് ക്ഷയമാണ്. ആംഗലേയ പദത്തിൽ പറയുന്ന അതതിന്റെ രണ്ടും രണ്ടാണെന്ന് പറഞ്ഞാൽ അത് രണ്ട് പൂർവ രൂപം, രണ്ട് പൂർവ്വരൂപങ്ങളോടും അതിന്റെ സംപ്രാപ്തി വിവരണത്തിന് ഈഷഭേദമുണ്ട്. സാധനം അവസാനം എത്തുന്നത് ഒന്നിലേക്കാണ്. വ്യത്യാസം. ശയനേ ശയാനം, കിടക്കയിൽ രൂപപ്പെടുന്നവ. അഥർവം 5:26-8. അതുകൊണ്ടാണ് ഒരുത്തന്റെ കിടക്കയിൽ കയറിയിരിക്കരുത്, കിടക്കയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്. ആയുർവേദത്തിൽ നിർബന്ധമായി പറയും കിടക്കയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്. രോഗിയെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് മാറ്റിയിരുത്തി കൈ കഴുകിയേ ഭക്ഷണം കൊടുക്കാവൂ. കാരണം കിടക്കയിൽ ഒരുപാട് അണുക്കളുണ്ട്. അവൻ ഭക്ഷണത്തിലൂടെ അകത്ത് കയറും. അത് ആചാരമായി തീർന്നത് ഈ കാരണം കൊണ്ടാണ്. കിടക്കയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പഴയ ആളുകൾ ഉണ്ടാ തല്ലും. അത് കിടക്ക വൃത്തികേടാക്കുന്നതുകൊണ്ടാണ്. കിടക്കയിലിരുന്ന് കാലാട്ടരുതെന്ന് പറഞ്ഞത് താഴെ മുറുക്കാനുണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ശാസ്ത്രീയാക്കാനാവുന്നത്. അവിടെ ശരീരം കൂടുതലായ എക്സർസൈസ് കിടക്കയിലിരുന്ന് ചെയ്യുമ്പോൾ വേർക്കുകയോ മറ്റു കാര്യങ്ങൾ വരികയോ ചെയ്താൽ ഈ കിടക്കയിൽ രൂപാന്തരപ്പെട്ട കൃമി നിങ്ങളിൽ പ്രവേശിക്കും എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കാതെ പൂർവന്മാര് പറഞ്ഞത് ആചാരമായി തീർന്ന് കുറെ കാലം കഴിഞ്ഞ് ബുദ്ധിമാന്മാർക്ക് മതം നിലനിർത്തേണ്ടി വരുന്ന സമയത്ത് തന്റെ ബുദ്ധിയൊക്കെ ഉപയോഗിക്കുക. അതിന് പകരം പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. ഒരുപാട് തെറ്റായ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും മുറുക്കാനുണ്ടായിരുന്നു ബെഡിന്റെ കീഴെന്ന് തോന്നും, കോളാമ്പി ഉണ്ടായിരുന്നു ബെഡിന്റെ കീഴെന്ന് തോന്നും. എല്ലാ മനുഷ്യനും കിടക്കെ കിടന്നുകൊണ്ടാണ് കക്കൂസിൽ പോയത്, ഇതിനൊക്കെ കോളാമ്പി വെച്ചിരിക്കുകയാണെന്ന് തോന്നും. എക്സെപ്ഷനെ ജനറലൈസ് ചെയ്യണം. വല്ല കിളവന്മാരുടെയും കട്ടിലിന് കീഴെ മാത്രമേ കോളാമ്പിയുള്ളൂ. അതിന് എല്ലാ കട്ടിലും ഒരു ആട്ടണോ ആട്ടരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേൾക്കുന്നവരോട് യോജിക്കുകയില്ല. കേൾക്കുന്നവൻ ഇതൊക്കെ വിഴുങ്ങി മതത്തിന്റെ ആശയമായിട്ടങ്ങ് വിഴുങ്ങുകയാണ്. പക്ഷെ അതിന് വളരെ വ്യക്തതയോടുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. പർവ്വതം, വനം, ജലം, ഔഷധി എന്നിവയിൽ വസിക്കുന്ന കൃമികൾ. ഏ കൃമയഃ പർവ്വതേഷു വനേ ഘോഷൗഷധിഷു വനേഷു ഔഷധിഷു പശു അവസന്തഃ എന്ന് അഥർവത്തില് 2:31-5 പറയുന്നുണ്ട്. ഏ കൃമയഃ പർവ്വതേഷു വനേഷു ഔഷധിഷു പശുഷു അവസന്തഃ എന്ന് വ്യക്തമായി അഥർവം പറയുന്നുണ്ട്. 2:31-5. മനുഷ്യരുടെയും പശുക്കളുടെയും മറ്റും ആന്ത്രത്തിൽ കടന്ന്, ആന്ത്രം ഗ്രഹണിക്ക് മുകളിലുള്ള ആ ഭാഗം, ഡിയോഡിനത്തിന് മുകളിലുള്ള ഭാഗം, ആന്ത്രത്തിൽ വരുന്ന വായു ആന്ത്രവായു. ആ ആന്ത്രത്തിൽ കോഷ്ടത്തിൽ കടന്ന് അവിടെ രോഗങ്ങൾ ഉണ്ടാക്കുന്നവ.
അത്തരം കൃമികൾ. വനത്തിലുള്ളവ. ഇനി അടുത്തത് പശുക്കളുടെയും മറ്റും ആന്ത്രത്തിൽ കിടന്ന് രോഗമുണ്ടാക്കുന്ന അന്വാത്രിയം, അന്വാന്ത്രിയം എന്ന രണ്ട് പ്രയോഗങ്ങളിൽ ഇത് കാണാം. അഥർവം 2:31-5. മലമൂത്രാദികളുള്ള ഉൽപ്പന്നമാകുന്നവ. അതുകൊണ്ട് മലം ഏറ്റവും കൃമി ഇല്ലാതിരിക്കാൻ നല്ലത് സൂര്യപ്രകാശം ഉള്ളിടത്ത് വിസർജിക്കുകയാണ് നല്ലത്. ഫസ്റ്റ് അതാണ് നല്ലത്. കുറെ കഴിയുമ്പോൾ അത് കണ്ടെത്തും. ഇപ്പോൾ ഈ രോഗത്തിന് മുഴുവൻ കാരണം മലം സൂക്ഷിക്കുകയാണ് 50-60 കൊല്ലത്തേക്ക്. അത് മുഴുവൻ അടിയിൽ കൂടെ വെള്ളത്തിൽ കൂടെ കിണറ്റിലും അവിടെ എവിടെയൊക്കെ ചെല്ലുകയാണ്. കുറെ കഴിയുമ്പോ കണ്ടെത്തും. ഇതൊക്കെ ടെറസിന് മുകളിൽ വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കാമെന്നൂടെ കണ്ടെത്തി ശാസ്ത്രം പറഞ്ഞു എന്ന് പറഞ്ഞ് ടെസ്റ്റ് ട്യൂബിലാക്കി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അടപ്രധാൻ അടിക്കുന്ന പോലെ മനുഷ്യനടിക്കില്ല. ശാസ്ത്രം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ജപ്പാനിൽ പിഴുകിയ മാംസത്തിൽ നിന്ന് എടുക്കുന്ന അജിനോമോട്ടോ മുഴുവൻ അടിച്ചു കയറ്റുന്ന മനുഷ്യൻ പിന്നെ ഇത് തിന്നാനാ മടിക്കുക? ബ്രെയിനെ ബാധിക്കുമെന്നറിഞ്ഞിട്ടും രുചിക്ക് വേണ്ടി നിങ്ങളുടെ കടലക്കറിയിലും വെജിറ്റേറിയൻ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. കാരണം അതിൽ പോലും ഇത് ചേർക്കും. രഹസ്യമൊന്നും വേണ്ടെന്ന് ആളുകൾക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ എടുക്കുന്ന ഈ സാധനം അത് അന്വേഷിക്കണ്ടേ? കഴിക്കുന്നതിനും ഒരു സാധനം കഴിക്കുന്നതിനും അന്വേഷിക്കണ്ടേ ഇത് എവിടുന്ന വരുന്നത്? ബിസ്ക്കറ്റ് മേടിച്ച് രാവിലെ പാലിൽ മുക്കി അടിക്കുമ്പം അന്വേഷിക്കണ്ടേ? നേരെ ഗുജറാത്തിലോട്ട് ചെല്ലുക. ഗുജറാത്തിൽ ഗദർ എന്ന് പറയുന്ന ബ്രാഹ്മണൻ തെണ്ടി തിരിഞ്ഞ് തിരുവല്ലം കൊട്ടി നടക്കുന്ന ഒരു സമയത്ത് അവന്റെ കുടുംബത്തിൽ നിന്ന് വാങ്ങിച്ച സ്വത്ത് മുഴുവനും തീർന്നു കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവന് ബുദ്ധി തോന്നി, കൊറിയയിലെ ബിസ്ക്കറ്റിന് മത്സ്യത്തിന്റെ മാംസം വേണം. അവൻ ഗുജറാത്തിന്റെ തീരപ്രദേശങ്ങളിലെ കിളിമീൻ മുഴുവൻ അന്ന് 30 പൈസയ്ക്ക് വാങ്ങിച്ചു, വർഷങ്ങൾക്ക് മുമ്പ്. കാരണം കിളിമീൻ ഇന്ത്യക്കാർ തിന്നുകയില്ല, ഇവരറിയുന്നുണ്ട്. ഈ കിളിമീൻ വാങ്ങി അവനൊരു ട്രേ ഉണ്ടാക്കി, ഒരു സാധനം ഉണ്ടാക്കി, അതിൽ വെയിറ്റ് അപ്ലൈ ചെയ്ത് അതിന് ദ്വാരങ്ങളിട്ട് അതിൽ കൂടെ ഇതിന്റെ മാംസം എടുക്കുകയും അതിന്റെ വേസ്റ്റ് വളക്കടകൾക്ക് കൊടുക്കുകയും ചെയ്തു. ആ എടുത്ത മാംസം അവൻ സ്ലാബുകളാക്കി കൊറിയയിലേക്ക് അയച്ചു. കൊറിയയിൽ നിന്ന് ബിസ്ക്കറ്റായി ഇന്ത്യയിൽ തന്നെ എത്തി. ഇന്ന് അതേ സാധനം അവൻ തന്നെ ഗുജറാത്തിൽ ഫാക്ടറി ഉണ്ടാക്കിയിരിക്കുകയാണ്, ബിസ്ക്കറ്റ് ഫാക്ടറി സ്വന്തമായി. മീൻപിടുത്തക്കാരുടെ തീരത്ത് എന്നിട്ട് ഇയാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സകലരും അറിയും. കാരണം ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള കിളിമീൻ വാങ്ങുന്നത് ഇയാളാണ്. അതാണ് ബിസ്ക്കറ്റായിട്ട് ഇങ്ങ് എത്തിയാൽ കളറും ഒക്കെ അടിച്ച് പ്രിസർവേറ്റീവും ഒക്കെ ചേർത്ത് നല്ല പാലിലേക്ക് മുക്കി നേരെ കൊച്ചിനങ്ങ് കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് മൈദയാണ് അതിന്റെ പൊക്കത്തിലേക്ക് ഇത്, അതിന്റെ കൂട്ടത്തിൽ ഇത്. ക്ഷീരം, കുലബ്ധം, പനസം, മത്സ്യം. ഇതിൽ ക്ഷീരത്തോടൊപ്പം മത്സ്യം, ചക്കപ്പഴം, മുതിര ചേർത്താൽ അത് വിരുദ്ധമാണ്, ലിവർ ടോക്സിക് ആവും. കാശ് കൊടുത്ത് മേടിച്ചാ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നത്. ലിവർ ടോക്സിക് ആവും നല്ല പോലെ. ക്ഷീരം കുലബ്ധം പനസേന മത്സ്യൈഹി എന്ന് ശാസ്ത്രം എത്ര നൂറ്റാണ്ട് മുമ്പ് എഴുതി വെച്ചു. ശാസ്ത്രം പഠിച്ചവൻ ഒന്നേ ചെയ്യേണ്ടുള്ളൂ, കുറച്ച് പാലെടുക്കുക, മീനതിൽ ചേർക്കുക, പട്ടിക്ക് ഇട്ട് കൊടുക്കുക, പട്ടിയെ കൊണ്ടുപോയി സ്കാൻ ചെയ്യുക, ലിവർ ടോക്സിക് ആയിട്ടുണ്ടോ നോക്കുക. സിമ്പിളാണ് കാര്യം. വിരുദ്ധാഹാരം ശരിയാണോ എന്നറിയാൻ. എന്നിട്ട് പിന്നെ ഒരു പട്ടിയല്ലേ പോവുള്ളൂ. എന്നിട്ട് പറ ആചാര്യന്മാർ എഴുതി വെച്ചത് തെറ്റാണോ? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു കൺട്രോൾ എക്സ്പെരിമെന്റും ആയിക്കോട്ടെ. ഇനി ഒരെണ്ണം കൈവഴച്ചു പോയതാണ്, 100 കൺട്രോൾ ആയിട്ട് എടുത്ത് നടത്തുക. ക്ഷീരം കുലബ്ധം പനസേന മത്സ്യൈഹി. രാവിലെ പിള്ളേർക്ക് ഈ ബിസ്ക്കറ്റ് മുക്കി കൊടുത്തേച്ച് ഇതിനെ ലിവർ കേടാകുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് പോവാ. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല, എന്റെ അച്ഛൻ വെള്ളം അടിച്ചിട്ടില്ല, എന്റെ അപ്പൂപ്പൻ വെള്ളം അടിച്ചിട്ടില്ല, എന്റെ കൊച്ചിന് ലിവർ സിറോസിസാണ്. വെള്ളം അടിക്കണോ? അതിനേക്കാൾ കുഴപ്പമാണ്.
അതുകൊണ്ട് ഓർത്തിരുന്നാൽ നല്ലതാണ്. കൂടുതൽ ഇത് കുട്ടികൾക്കും സ്ത്രീകൾക്കും കൂടുതലേ. സ്റ്റാറ്റിസ്റ്റിക്സ് പറയും സ്ത്രീകളും വെള്ളമടിച്ചു തുടങ്ങി ആരും കാണാതെ ആയിരിക്കും എന്ന് പറയും. വെള്ളമടിച്ചവർ തന്നെയൊന്നുമല്ല, ഇതാ കാരണം. കാലത്തെ വെറുതെ ചായ കുടിക്കരുതെന്നാണ് പറയാ. 2 ബിസ്ക്കറ്റോടുകൂടി ചായ കുടിച്ചോടാ. ഈയിടെ ഉള്ളത് ചെന്നപ്പം അവിടുന്ന് 2 ബിസ്ക്കറ്റ് എടുത്തിട്ട് പറഞ്ഞു, സ്വാമി വെറുതെ ചായ കുടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു, വെറുതെ കാപ്പി കുടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു, വെറുതെ ഇതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. കൂട്ടത്തിൽ ഇത് ലഹരി ഉള്ളതായതുകൊണ്ട് കൂടെ വേണം. പടിഞ്ഞാറൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ബാർ ഹോട്ടലുകളിലൊക്കെ ചാരായം വെക്കുന്ന കൂടെ ഇവിടുത്തെ കപ്പലണ്ടി ഉണ്ട്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിലെ കപ്പലണ്ടി തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. അതുപോലെ എന്തെങ്കിലും കൂടെ ഒന്ന് കടിക്കണം. കാരണം ലഹരിക്ക് കൂടെ കടിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടാവും, ലിവർ പോകുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കഴിച്ച് ലിവർ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണിത്. പക്ഷെ ഇവനറിയുന്നുണ്ടോ ഇതിന്റെ കണ്ടന്റ്? ഇതൊക്കെ ആരെങ്കിലും അറിയണോ? ഇതൊക്കെ പഠിക്കുന്ന കാര്യം വരുമ്പോ നിങ്ങൾക്കൊക്കെ ഉദാസീനത വരും. മറിച്ച് ഇന്ന് പുതുതായി കണ്ടുപിടിച്ചതൊക്കെ നിങ്ങളെ അപ്പൂപ്പൻ കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞ ഒരു ദുരഭിമാനം ഉണ്ടായി ആലസ്യത്തോടെ ഇരുന്നുള്ളൂ. ലോകത്ത് എന്തെല്ലാം നടന്നിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ അപ്പൂപ്പനാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 5 പൈസ റോയൽറ്റി പോലും കിട്ടുകയല്ല. പക്ഷെ അത് വളരെ അഭിമാനമാണ്. നമുക്ക് അന്നേരത്തേക്കൊക്കെ നമ്മുടെ സ്ഥിരാകൂടങ്ങളൊക്കെ ഉണരും, അഭിമാനം വിജൃംഭിതമാകും. 5 പൈസയുടെ പ്രയോജനം ഇല്ലെങ്കിലും അതിന്റെ പേര് നമ്മൾ വേണമെങ്കിൽ ഒരു ജാഥായി നയിക്കും, വേണേ 2 പേരെ തല്ലുകയും ചെയ്യും. ദുരഭിമാനികൾ. കഴിക്കരുത്, വിരുദ്ധമാണ്. വിരുദ്ധാഹാരങ്ങൾ ഒരുപാടുണ്ട്. പല മാംസങ്ങൾ ഒരുമിച്ച് കഴിക്കരുത്. ഇവിടുത്തെ ഈ ബാർ ഹോട്ടലുകളുടെയും ബാറിന്റെയും മുമ്പിൽ പെട്ടിക്കട നടത്തുന്നവരുണ്ട്. അവര് ഈ ബാറിൽ നിന്ന് വരുന്നവനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി 2-3 തരം മാംസങ്ങൾ ഒന്നിച്ചിട്ട് യോജിപ്പിച്ചിട്ട് കൊടുക്കും. അതിന് പുതിയ പുതിയ പേരുകൾ പറയും. ആ പേരുകളാണ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമാകുന്നത്. മനസ്സിലായില്ലേ? ചിക്കൻ പൊട്ടി ഉടിലുടിലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടിലുടിലു എന്ന് കേൾക്കുമ്പോഴേക്ക് ഏതാണ്ട് ജപ്പാനിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ വന്നതാണെന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള കുറെ പേരുകളുമുണ്ട്. അത് തന്നെ വേണമെന്ന് പറയും. അവസാനം ഇവൻ അവിടെ എത്തുമ്പോഴേക്ക് വരുമായിരിക്കും. വിരുദ്ധങ്ങൾ ഒരുപാടുണ്ട്. ചിലരുടെ മക്കൾ എത്ര ജനിക്കുന്നോ അത്രയും ദോശ ഉണ്ടാക്കുന്നവരുണ്ട് കുടുംബത്തിൽ. ഞങ്ങളുടെ സ്പെഷ്യലൈസേഷൻ 35 തരം ദോശയാകെ ഒരു തരേ ഉള്ളൂ. ദോശയുടെ നടുക്ക് ഒരു തുള്ളി നെയ്യുറ്റിച്ച ദോശയുടെ നടുക്കോട്ട് ഒരു മുട്ട ഉടച്ചൊഴിച്ച ദോശ, ഒരു മാംസത്തിന്റെ കഷ്ണം വെച്ച ദോശ. ഇതൊക്കെ ദോശയാണെന്നാണ്. ഇതിനൊക്കെ ഓടും തിന്നാൻ. കൂട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടും. എന്നിട്ട് ഒരുത്തനെ പറഞ്ഞു വിട്ട് ഇതെല്ലാം കൂടെ മേടിച്ചുകൊണ്ടിരും. എന്നിട്ടിരുന്ന് വട്ടത്തിലിരുന്ന് തിന്നും. അവസാനം ഈ അവയവങ്ങളൊക്കെ പോയി ഉള്ള ആശുപത്രി എല്ലാം കയറും. വാർദ്ധക്യത്തിനും യൗവനത്തിനും ഒക്കെ ഇത് സൂക്കേടായ ഒരുപാട് പേരുണ്ട്. കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞ് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ സുഖമുള്ള കാര്യമാണ്. ശീലിച്ചില്ല, നന്നായി ശീലിക്കാത്തത്. ഏതായാലും ഇനി ശീലിക്കണ്ട, ഞാൻ പറഞ്ഞു കേട്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണത്. ആരോഗ്യം എന്ന് പറയുന്നത് അവനവന്റെ സ്വകാര്യ സ്വത്താണ്, അത് കളഞ്ഞു കുളിക്കരുത്. ഇപ്പൊ ഇവിടെ മലമൂത്രാദികൾ ഉള്ളിടത്ത് ഉൽപ്പന്നമാകുന്നവ, അതിൽ ഏറ്റവും നന്നായി അവർ പറയുന്നത് സൂര്യപ്രകാശമാണ് ഇതിന്റെ അണുക്കളെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ പഴയ കാലത്ത് ഒരു 100 വീടുണ്ടെങ്കിൽ അതിന്റെ ഇടയിലൊരു കുറ്റിക്കാടും പറമ്പും ഉണ്ടാവും, ഒരു വെളിപ്പറമ്പുണ്ടാവും. അത് ഇതിനുള്ളതായിരിക്കും. സാധാരണ നാട്ടിൻപുറത്തൊക്കെ പറയും തൂറപ്പറമ്പാന്ന് പറയും. കേട്ടിട്ടില്ല, ഈ പദം കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിന്റെ കാരണം അതാണ്. അവിടെയാ കൊണ്ടുപോയിരുന്നേ, സമാധാനവും ഉണ്ടായിരുന്നു. ഇതിന്റെ കാരണം അതാണ്. അല്ലാതെ അവർക്ക് ആരോഗ്യശാസ്ത്രം അറിയാൻ മേലാത്തത് കൊണ്ട് ചെയ്തതല്ല, നന്നായി അറിയുന്നത് കൊണ്ട് ചെയ്തതാണ്. അന്ന് രോഗങ്ങൾ കുറഞ്ഞു. കാരണം സൂര്യൻ ഏറ്റവും നല്ല സോഴ്സാണ് അണുനാശകത്തിന്. ഖലജാഹ ശഖധൂമജാഹ എന്ന് അഥർവം പറയുന്നതാണ് ഇത് കാണുന്നത്. വീണ്ടും അത് 8:6:25 പറയുന്നത്. വിഷദംശനം കൊണ്ട് രോഗമുണ്ടാക്കുന്ന കൃമികൾ. ഭേഷജ്യതോ മശകജംഭരി. ഇപ്പൊ വന്നിരിക്കുന്ന അതൊക്കെ കാണുമ്പോൾ ഒന്ന് അഥർവത്തിന്റെ ഈ സൂക്തം ഓർക്കുന്നത് നല്ലതാണ്. ഭേഷജ്യതോ
മശകജംഭനി, മശകസ്യാരസം വിഷം. എന്തൊരു അന്ധവിശ്വാസം എഴുതി വെച്ചിരിക്കുന്നത്. മശകസ്യാരസം വിഷം. അഥർവം 7:58-3 അതിൽ വളരെ വ്യക്തമായി പറയുന്നതാണ്. ഇങ്ങനെ ദൃഷ്ടം അദൃഷ്ടം കൃമികൾ അനേകം, ഒന്നും രണ്ടൊന്നുമല്ല. ഇവയ്ക്ക് പേരും പറയുന്നുണ്ട്. രാക്ഷസഃ രക്ഷോ രക്ഷിതവ്യസ്മാത് രഹസ്യക്ഷണോതി ഇതി വാ രാത്രൗ നക്ഷത ഇതി വാ എന്ന് നിരുക്തം 4:18. വേദത്തിൽ എഴുതിയിരിക്കുന്ന രക്ഷോ രക്ഷിതവ്യസ്മാത് അല്ല, നിരുക്തത്തിൽ എഴുതിയിരിക്കുന്ന രാക്ഷസൻ എന്നതിന്റെ ശബ്ദാർത്ഥം നിരുക്തമനുസരിച്ച് രക്ഷോ രക്ഷിതവ്യസ്മാത് രഹസ്യക്ഷണോതി ഇതി വാ രാത്രൗ നക്ഷത ഇതി വാ 4:8 പറയുന്നതാണ്, 4:18 പറയുന്നതാണ്. ഇതിൽ നിന്ന് രക്ഷ നേടിക്കൊള്ളുക എന്നാണ് നിരുക്തത്തിൽ ആ പദത്തിന്റെ അർത്ഥം കൊടുക്കുന്നത്. രാക്ഷസൻ എന്ന് പറഞ്ഞാൽ ഇവനിൽ നിന്ന് ഓടിക്കൊള്ളുക, രക്ഷ നേടിക്കൊള്ളുക. ഇവൻ ഏകാന്തത്തിൽ നിങ്ങളെ കൊല്ലും, ഇവൻ രാത്രിയിൽ സഞ്ചരിക്കും. ഇതാണ് രാക്ഷസൻ. ആ കൃമിയെ കുറിച്ച് പറയുന്നതാണ്. പിശാചഃ പിശിതമശ്നാദി പിശാചഃ, പച്ചമാംസം തിന്നുന്നു. നിങ്ങളുടെ ശരീരത്തിൽ മാംസ കലകളിൽ കയറിക്കൂടി പച്ചമാംസത്തെ തിന്നുന്നു. യാതുധാനഃ യാതു ഗന്ധാധീയതേ ഇതി യാതുധാനഃ അവധീയതേ ഇതി യാതുധാനഃ, സഞ്ചരിക്കുന്നവ അഥവാ യാതന തരുന്നവ, യാതനയെ തരുന്നവ. തേ യാതുധാനഃ, ഉപദ്രവം ഉണ്ടാക്കുന്നവ എന്നൊക്കെ നിരുക്താർത്ഥം. യാതുഹു ഭാഷാ അപഭ്രംശമാണ് ജാതു എന്നുള്ളതിന്റെ. ആ യാതു എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ജാതു, അതിൽ നിന്നാണ് ജാട കാണിക്കുകയാണ്, മാജിക്ക് കാണിക്കുക എന്നൊക്കെ പറയുന്ന പദം വരുന്ന അവിടുന്നാണ്. പിടിക്കുന്നവ, ദുഃഖമുണ്ടാക്കുന്നവ എന്നൊക്കെ അർത്ഥം യാതു. അതും കൃമിയാണ്. അസുരഃ അസും പ്രാണാൻ രാതി ആദദാതി ഇതി അസുരഃ. അസും പ്രാണാൻ രാതി ആദദാതി ഇതി അസുരഃ, പ്രാണനെ ഹനിക്കുന്നവ. ഇതൊക്കെ വളരെ വ്യക്തമായി നിരുക്തത്തിലുണ്ട്. ഈ പദങ്ങളൊക്കെ വ്യക്തമായി വിശദീകരിച്ച് ഇന്നപ്പോഴാണ് ഇത് വരുന്നതെന്ന് വരെ. ഗാന്ധർവഃ ഗം വാണിം ധാരയതീതി ഗാന്ധർവഃ, പാടുന്നവ, ശബ്ദമുണ്ടാക്കി വരുന്നവ. അപ്സരഃ അപ്സാരിണീ ഭവതീതി അപ്സരഃ, നിരുക്തം 5:13. അപ്സാരിണീ ഭവതി ഇതി അപ്സരാഃ. അപ്സര എന്ന് പറഞ്ഞാൽ അപ്സരിക്കുന്നവ, ജലത്തിൽ സരണം ചെയ്യുന്നവ, ജലത്തിൽ വ്യാപിക്കുന്നവ. അത്തരം കൃമികൾ, ജലം ദുഷിപ്പിക്കുന്നവ. അത്രിണഃ അഥർവം 6:32-3, ഭക്ഷിക്കുന്നവ. അരാതി അഥർവം 5:23-2, ശത്രു. അരാപ്യഃ അഥർവം 1:28-4. അന്വാന്ത്രിഹ അഥർവം 2:31-4. അനൂപലാലഹ അഥർവം 8:6-2. അപ്രജംകശഃ 8:6-16, എല്ലാ അഥർവമാണ്. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അലിംഗഃ ലിംഗങ്ങളില്ലാത്തവ. അസൃക്പാവാഹ സ്ത്രീയോനിയിൽ കടന്ന് അസൃഗ്ധരമുണ്ടാക്കുന്നവ, രക്തത്തെ സ്രവിപ്പിക്കുന്നവ, വെള്ളപോക്കിനെ ഉണ്ടാക്കുന്നവ ഒക്കെയായിട്ടുള്ളവ അസൃക്പാവാഹ. അഭിശോചഃ 4 വഴിക്കും ശോകമുണ്ടാക്കുന്നവ. അൽഗണ്ഡുഹു രക്തം മാംസം ഇവയെ ദുഷിപ്പിക്കുന്നവ. ഇങ്ങനെ ഒരുപാടുണ്ട്. 200 തരം കൃമികൾക്ക് ഇങ്ങനെ പേരിട്ടിട്ടുണ്ട്. എടുത്തു വെച്ചൊന്ന് ഒന്ന് വായിച്ചു നോക്കും, ഒന്ന് പുനർവായനയെങ്കിലും നടക്കുമല്ലോ. മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം പോലും വായിക്കാതെ ഇതിനെയൊക്കെ എതിർത്ത് നമ്മൾ നിന്നു എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കുക, എത്ര അപകടമാണ്. കകുന്ദാഹ കകുരഭാഹ കുക്ഷിലഹ കുംഭമുഷ്ടാഹ കുസ്തുലഹ കൃഷ്ണാഹ കേശവഹ കേശ്യസുരഹ കോകഹ ക്രവ്യാദഹ കൃമിഹി
ക്ഷുല്ലകാഹ ഖലജാഹ ഗൃധ്രഹ ചവൃക്ഷഃ ഛായകഃ തിരിട്ടി തുണ്ടികഃ തുങ്കല്യഃ തുണ്ടേലഃ തൃകകുടഃ ഇങ്ങനെ അങ്ങോട്ടുണ്ട്. 200-ലധികം കൃമികളുണ്ട്. പേരെല്ലാം വേണോ? വേണ്ട, മതിയാവും, പോരെ. ഇനി ബാക്കി നിങ്ങൾ തന്നെ വായിച്ച് കണ്ടുപിടിക്കുകയല്ല വേണ്ടത്. 200-ലധികം കൃമികളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കി പഠിക്കാം. ഇത് 1-2 അല്ല. അഥർവവും ഋഗ്വേദവും യജുർവേദവും നിങ്ങൾക്ക് മേടിച്ചു ഇതെല്ലാം കിട്ടും. ഇതിപ്പോ എഴുതിയതൊന്നുമല്ല. സംശയം തീർക്കാനായിട്ട് ഇത് അമേരിക്കയിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടിലും സൂക്ഷിച്ചിട്ടുണ്ട്, അവിടുത്തെ ഇൻഡോളജി വിഭാഗങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അവര് മെനക്കെട്ടിരുന്ന് ഇവിടുന്ന് വല്ല ശാസ്ത്രി പാസ്സായവനെയും കൊണ്ടേയിരുത്തി അവന് കഷ്ടിച്ച് ഇംഗ്ലീഷ് അറിയുമെങ്കിൽ തിരിച്ചു മാറ്റിയിട്ടായിരിക്കും അവിടുന്ന് ഈ പുതിയ പുതിയ സാധനങ്ങളിൽ അവൻ വരുന്നത്. അത് കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ നല്ല അഭിമാനം ഉണ്ടാവും. മറിച്ച് ഇവിടെ ഇരുന്നത് വായിച്ചു നോക്കി ഇവിടെ ഇരുന്ന് ഇവിടുത്തെ ശാസ്ത്രകാരന്മാരിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കാശ് ഇവിടെ കിട്ടും, അങ്ങോട്ട് പോവില്ല. ആലോചിച്ച് നോക്കാവുന്നതാണ്. പുതിയ മാർക്കറ്റിങ്ങിന്റെ കാലമാണ്. അല്ല, ഇതൊക്കെ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മളിൽ നിന്ന് മോട്ടിച്ചതാണെന്ന് പറഞ്ഞ് അഭിമാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യണം. ഒരു പ്രാവശ്യം വായിച്ചെങ്കിലും നോക്കണം. ഇതെവിടെയെങ്കിലും ഒരു ലേഖനത്തിൽ ആരെങ്കിലും ഒരാൾ പറയും, അപ്പൊ ആ ശബ്ദം കേട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു എന്ന ദുരഭിമാനം കൊണ്ട് നടക്കരുത്. പകരം ഇത് പഠിക്കണമല്ലോ, ആഴത്തിൽ പഠിക്കണം, എന്നിട്ട് പ്രയോഗിച്ചു നോക്കണം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഔഷധം എടുത്ത് അയലോക്കംകാരന് കൊടുക്കുക, അവനവൻ കഴിച്ചു നോക്കുക. എന്നിട്ട് ആദ്യം അവനവനൊന്ന് കഴിച്ചു നോക്കുക. രോഗം വരുമ്പം കുറഞ്ഞിട്ടുണ്ട്, ചത്തുപോയ പോട്ടെന്ന് നോക്കണം. കാരണം നമുക്കും വേറൊരുത്തനും അറിയാത്ത ഒരു സാധനം പട്ടുടി പിടിച്ചു തരുമ്പോ എത്ര ആർജവത്തോടെയാ കഴിക്കുന്നത്. ചത്തുപോകുന്ന യാതൊരു നിശ്ചയം അന്നേരമില്ലല്ലോ. തരുന്നവനോട് ചോദിക്കുക അതിന്റെ കണ്ടന്റ് എന്തോ, അതിന്റെ കവറിനകത്ത് യാതൊരു നിശ്ചയവുമില്ല. നല്ല കച്ചവടത്തിന്റെ ഭാഗമായി പഠിപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, സൂട്ടഡ് ബൂട്ടഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ, റൂമൊക്കെ AC ആണെന്ന് മാത്രമേ ഉള്ളൂ, പഠിക്കൽ ബോർഡിൽ അക്ഷരങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. ഈ സാധനം സ്വന്തമായിട്ടൊന്ന് അരച്ച് ഒന്നും കഴിച്ചു നോക്കുക. പോയാൽ പോകട്ടെ, അടുത്ത ജന്മത്തിൽ നേരെയാവുമെന്ന് വിചാരിക്കാം. കാരണം ടൈം ടെസ്റ്റഡ് ആണല്ലോ സാധനം. ഒന്ന് കഴിക്കുക, കുറവുണ്ട്, അയൽവക്കാരനോട് പറയാം, അതേ ഇങ്ങനെ നമ്മുടെ പഴയ ആളുകൾ പറഞ്ഞ സാധനം വലിയ അപകടമൊന്നുമില്ല കേട്ടോ. നീ പേടി തോന്നുകയാണെങ്കിൽ ആടിന് പറിച്ചു കൊടുക്കുക, ആട് നിന്ന് കഴിഞ്ഞിട്ട് തിന്നാൽ മതി. വളരെ ബുദ്ധിമുട്ടാണ് നീ അരയ്ക്കാൻ നോക്കിയെങ്കിൽ ഇത് പറിച്ച് ആടിന് കൊടുക്കുക, ഗുളികയായിട്ട് പുറത്തു വരും, അതെടുത്താൽ കഴിച്ചാലും മതി. ഇത് കല്ലരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ പാടാണ്. മറ്റൊരാകുമ്പോൾ നല്ലപോലെ അരച്ച് റെഡിയായി സാധനം വരും. 3 ടാബ്ലറ്റ് അടിച്ചാൽ മതി. വലിയ ചെലവില്ലാതെ ഗുളിക ഉരുട്ടി കൈ കിട്ടും. പോളിഷ് ചെയ്ത് കൈ കിട്ടും. സാമാന്യം നല്ല നാടൻ ആടാണെങ്കിൽ. മറ്റേ പുതിയ വെറൈറ്റി ഉണ്ട്, അത് ഗുളിക പരുവത്തിലൊന്നും അല്ല വരിക. അത് മനുഷ്യനൊഴിയുന്ന പോലെ തന്നെയാ വരിക, മണമൊക്കെ അതുപോലെ തന്നെയാണ്. പുതിയ പശുവിന്റെ ചാണകം മേടിച്ചാല് നാടിന്റെ അടുത്തേക്ക് നിൽക്കാൻ പറ്റില്ല, ശരിയല്ല. കാരണം അത് മീനും ഒക്കെയാ തിന്നുന്നേ. ഈ ചാക്കിനകത്ത് മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന സാധനം മീനാ. അതിനകത്ത് മീനുണ്ട്. മറ്റേ ഇവിടുന്ന് എന്താ പറയാ, വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയിൽ നിന്ന് വരുന്ന പേപ്പറിന്റെ അവിടെ അടിച്ചിട്ട് വരുന്ന ആ വേസ്റ്റ് ഉണ്ട്, അതിനകത്ത് ചേർന്ന് ഇതെല്ലാം കൂടെ കൂടിയായി വരുന്നത്. ലോകത്ത് പല കമ്പനികളുടെയും വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടി വെച്ച് പാക്കറ്റിലാക്കി അതിനൊരു നല്ല പേരും ഇട്ട് സുന്ദരമാക്കി ഒരു അഡ്വർടൈസ്മെന്റും കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മുതൽ കാലിത്തീറ്റയല്ല മനുഷ്യത്തീറ്റയായിട്ട് മാറും. അതൊക്കെ പന്നന്മാർ ആദ്യം വാങ്ങിക്കും, പിന്നെ ബാക്കിയുള്ളവൻ വാങ്ങിക്കും. ഞാൻ പറഞ്ഞു നോക്കും, നുണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തൊട്ടാൽ അശുദ്ധമാവും. അവിടെ നല്ല പുല്ലും വൈക്കോലും ഒക്കെ കൊടുത്ത് അവനോനുണ്ടാക്കിയ കാലിത്തീറ്റയൊക്കെ മതി. ഇത് നല്ല മീനാ പിടിച്ചു വരുന്നത്, വേസ്റ്റല്ല. അതുകൊണ്ട് അതിന്റെ ബ്രെയിനിലൊക്കെ കുഴപ്പങ്ങളുണ്ടാവും. കാരണം ഈ കാലിത്തീറ്റ അടുക്കിൽ കൂടെ പോകുമ്പോഴാണ് സൂഡോമോണിയ പോലുള്ള സാധനങ്ങളൊക്കെ സമീപ പ്രദേശങ്ങളിൽ പരക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. കൃമി ചികിത്സയും പറഞ്ഞിട്ടുണ്ട്. കൃമി ചികിത്സ നാളെ എടുക്കാം. അറിയോ?